ഹായ് ഫ്രണ്ട്സ്, സുജീസ് വേൾഡിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മുളക് ചുട്ട തക്കാളി ചട്നിയാണ്. ഇതിലേക്കായിട്ട് പാൻ അടുപ്പത്ത് വയ്ക്കുക, ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നമ്മളൊരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാള ചേർത്തിയിട്ടുണ്ട്. 2 ഗാർലിക് എടുക്കുന്നുണ്ട്. പിന്നെ ചുട്ട മുളക് എന്ന് പറയുമ്പോൾ ഡ്രൈ ചില്ലീസ് ഒരു 5-6 എണ്ണം എടുക്കാം. കുറച്ചധികം ചട്നി ഉണ്ടെങ്കിൽ കൂടുതലെടുക്കാം. നല്ലപോലെ വഴറ്റി കൊടുക്കുക. അതിലേക്ക് തന്നെ നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം. ഒരു ചെറിയ കഷ്ണം പട്ട ചേർക്കാം. നല്ലപോലെ വഴറ്റി കൊടുക്കുക. നമ്മുടെ സവാളയുടെ മണമൊക്കെ മാറിക്കഴിഞ്ഞാൽ തക്കാളി ചേർക്കാം. തക്കാളി നല്ലപോലെ വഴറ്റി കൊടുക്കുക. കറി ലീവ്സ് ഇടാൻ മറക്കരുത്. തക്കാളിയുടെയും സവാളയുടെയും ഒക്കെ പച്ചമണം ഉണ്ടാവാൻ പാടില്ല കേട്ടോ, അപ്പോൾ ആ ചട്നീനെ എഫക്റ്റ് ചെയ്യും. പച്ചമണം മാറുന്നവരെ നല്ല വാട്ടിയിട്ട് വേണം നമുക്കിതൊന്ന് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നല്ലപോലെ വാട്ടി കൊടുക്കുക. നമ്മളിവിടെ ഇഞ്ചി എടുത്തിട്ടില്ല, പകരം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് അധികം ആവരുത്, 2 വെളുത്തുള്ളി മതി, ചെറുത്. ഇനി തണുക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് നല്ലപോലെ അരച്ചെടുക്കേണ്ടതുണ്ട്. അതിന് മുമ്പ് ഞാനിവിടെ ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാരണം എൻ്റെ റെഡ് ചില്ലീസിന് ഒരു പോര 4 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. കൂടുതലുണ്ടെങ്കിൽ നമുക്ക് അത് മതിയായിരിക്കും. ഡ്രൈഡ് റെഡ് ചില്ലി ഉണ്ടെങ്കിൽ അത് മതിയായിരിക്കും. പിന്നെ ക്രഷ്ഡ് കോക്കനട്ട് ഞാനൊന്ന് ജസ്റ്റ് വാട്ടുന്നുണ്ട്. കാരണം ചട്നി കൂടുതൽ നേരത്തേക്ക് കേടാവാതിരിക്കാനൊക്കെ നമ്മൾക്ക് സഹായിക്കും. പച്ചയ്ക്ക് അരച്ചാലും കുഴപ്പമില്ല, പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കുകയാണെങ്കിൽ. അല്ല ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ കുറച്ച് വൈകുന്നേരത്തിന് നമുക്ക് എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഇടാം. ഇങ്ങനെ ചെയ്താൽ നമുക്ക് കേടാകാതെ കുറേ ഇരിക്കാൻ സഹായിക്കും. എന്നിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇതാ നമ്മുടെ ചട്നി റെഡിയായി. ഇഡ്ഡലിക്ക് സൂപ്പർ കോമ്പിനേഷനാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്